ഞാനത് പറയാൻ ഒരുങ്ങുന്ന സമയത്താണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചേരിതിരിവും ചീത്തവിളിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ കണ്ടത്. സംഖികൾ, കമ്മികൾ, കുങ്ങികൾ, സുഡാക്കികൾ, അങ്ങനെ കുറെ വകഭേദങ്ങളുണ്ടല്ലോ. നമ്മൾ മലയാളികൾ തന്നെ സ്വയം പേരിട്ട് വിളിച്ച് ചേരിതിരിഞ്ഞ് പോർ വിളിക്കുന്ന കുറെ കൂട്ടങ്ങൾ. അപ്പോൾ ഈ കൂട്ടത്തിൽ ആരാണ് ഞാൻ എന്നുള്ളത് ആദ്യം പറഞ്ഞിട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട എന്റെ റിവ്യൂ പറയാം എന്ന് വിചാരിക്കുകയാണ്. സംഖി, കൊങ്ങി, കമ്മി, സുഡാപ്പി അല്ലെ, ഇത്രയും പേരല്ലേ നമ്മുടെ കേരളത്തിലുള്ള ടീംസ്. യെസ്, ഇതിൽ ഞാൻ സംഖ്യയാണ്. പിന്നെ മതം, ഇതൊന്നും പറയണം എന്ന് വിചാരിച്ചാലോ കേട്ടോ, പക്ഷെ ഇത്രയധികം കോലാഹലങ്ങൾ നടക്കുന്ന കണ്ടപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് റിവ്യൂയിലേക്ക് കടക്കാം എന്ന് തോന്നി. അതായിരിക്കും നല്ലതെന്ന് തോന്നി. ഓക്കെ. പിന്നെ മതപരമായി ഞാൻ വിശ്വസിക്കുന്നത് ഒരു റിലീജിയൻ അല്ല, ഇറ്റ്സ് ആൻ ഇസം, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഹിന്ദുയിസം എന്ന് പറയും. അതിൽ അങ്ങേയറ്റം വിശ്വസിക്കുകയും അതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ഹിന്ദുയിസം എന്ന ആചാര രീതി അല്ലെങ്കിൽ ജീവിതശൈലി രീതി പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എമ്പുരാൻ എന്ന ചിത്രം എനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയട്ടെ, ഒരു മലയാളി എന്ന രീതിയിൽ, ഒരു കലാകാരി എന്ന രീതിയിൽ, ഒരു കലാസ്വാദക എന്ന രീതിയിൽ, സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, മലയാളക്കരയിൽ നിന്നും ഇത്തരത്തിൽ ഒരു മഹത്തായ കലാസൃഷ്ടി സിനിമയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് പൃഥ്വിരാജ് എന്ന സംവിധായകനെ ആദ്യമായി അപ്രീഷിയേറ്റ് ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. പൃഥ്വിരാജ് മിസ്റ്റർ, നിങ്ങൾ രായപ്പനല്ല, പൊന്നപ്പനാണടാ പൊന്നപ്പൻ എന്ന് ഞാൻ പറയുന്നില്ല. യു ആർ എ മാസ് ഡയറക്ടർ ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി.